ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് ഓവനും ബീറ്ററും ബട്ടറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നുമില്ലാതെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള ബ്രൗണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കപ്പ് മെല്ലോട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടും ഞാനിതിൽ പകുതി മിൽക്ക് കോമ്പൗണ്ടും കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം വെറും ഡാർക്ക് കോമ്പൗണ്ട് മാത്രമാകുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും കൂടെ മിക്സാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ ഒന്ന് അരിച്ച് വെക്കുക. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ബട്ടറൊന്നും ചേർക്കണില്ല, സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഈ മുട്ടയായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു ചൂടുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, ചെറിയൊരു ചൂടേ പാടുള്ളൂ കേട്ടോ. ഈ ചോക്ലേറ്റ് ഇതായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു 3 തവണയായിട്ട് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്ക് കട്ടായിട്ട് മിക്സ് ആക്കാൻ പറ്റാതിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് 3 തവണയായിട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യത്തെ ഒരു തവണ കുറച്ചിട്ടിട്ട് പിന്നെ ഇതുപോലെ മിക്സായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ ഒരു 3 ബാച്ചായിട്ടാണ് നമ്മൾ ഇതിൽ മിക്സാക്കി കൊടുക്കുന്നത്. നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മിക്സാക്കാൻ പറ്റില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തായിട്ട് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ബ്രൗണി പലരും പല ടൈപ്പിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിതിന് മുമ്പ് ഒരു പ്രാവശ്യം ബട്ടറൊക്കെ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ട് പിന്നെ ഞാനത് 2 ലെയറൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് കേക്ക് പോലെയൊക്കെ ആക്കി കഴിച്ച്. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ടുള്ളൊരു പെർഫെക്ഷൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ എല്ലാതും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചെറിയ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിലത്തെ ബാറ്റർ മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ തിക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ കുറച്ച് ബാറ്റർ നന്നായിട്ട് ആ പാത്രമൊക്കെ തുടച്ച് വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓവനൊന്നും ഇല്ലാതെ ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 35-40 മിനിറ്റ് തന്നെ വേണ്ടി വന്ന് ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിൽ 2-3 ഹോളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്രൗണി നല്ല ചൂടാറിയിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു 4 പീസ് കട്ട് ചെയ്യാൻ മാത്രമുള്ള വലിപ്പമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കൂടെ, ഹാസൽനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണമെന്നില്ല, പക്ഷേ ഞാൻ ഫോട്ടോക്ക് വീഡിയോക്കൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടതാണ്. പിന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. പിന്നെ ബ്രൗണി കൂടുതലായിട്ട് നമ്മൾ വെറുതെ കഴിക്കുന്നതിനേക്കാളും ഇത് ഐസ്ക്രീമിൻ്റെ ഒക്കെ കൂടെയിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറക്കാതെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക ലൈക്കിൽ കൂടെയും കമൻറ്റിലൂടെയൊക്കെയാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.